കേരളത്തിൽ അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അറബി കല്യാണം പോലെ പാകിസ്ഥാൻ കല്യാണം നടന്ന സുവർണ കാലമായിരുന്നു കോൺഗ്രസ് ഭരണകാലം. സംസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ KC വേണുഗോപാലിനെ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് തിരിച്ചടി കൊടുക്കാത്തതെന്നും അബ്ദുള്ളക്കുട്ടി ചോദിച്ചു. കുറി സംഭവമുണ്ടായപ്പോൾ ശക്തമായി തിരിച്ചടിച്ചതിന് തെളിവ് ചോദിച്ചവനാണ് രാഹുൽ ഗാന്ധി. പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രീണനം മൂലം ജില്ലയിലെ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അതിൽ 106 ആളുകൾ ഈ കേരളത്തിലാണ്. അതിൽ ദീർഘഹ്രസ്വകാല വിസയും അതുപോലെ തന്നെ ചികിത്സക്ക് വന്നവരെല്ലാം ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് വളരെ വൈകാരികമായി എടുത്ത തീരുമാനമെന്ന നിലയിൽ പാക് പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണമെന്നുള്ള അതിശക്തമായ തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അട്ടാരി വാഗ അതിർത്തി വഴി ഏകദേശം 786 ആളുകളെ, അതിൽ 55 ഡിപ്ലോമാറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനമാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ആഹ്വാനമനുസരിച്ച് ഇന്ന് ഇത്തരമൊരു ദേശസ്നേഹ പ്രചോദിതമായ ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. ഇവർ ഉടനെ ഇന്ത്യ വിടണം എന്നുള്ളതാണ് ഈ ധർണയുടെ വികാരം. നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. AP ഗംഗാധരൻ, TC മനോജ്, അജികുമാർ കരിയിൽ, AV സനൽ, അരുൺ കൈതപ്രം, UT ജയന്തൻ, ജ്യോതി T ഗംഗാധരൻ, അനീഷ് കുമാർ, OK സന്തോഷ്, സുരേഷ് P, കൃഷ്ണപ്രഭ, ശ്രീകുമാർ, അർജുൻ മാവിലാക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു.